അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്തുക്കളെ, നമ്മുടെ പ്രിയ സഹോദരൻ മുജാഹിദ് ബാലുശ്ശേരി പ്രമേഹ സംബന്ധമായ അസുഖം കാരണം കുറച്ച് പ്രയാസത്തിലാണെന്നും ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും എല്ലാവർക്കും അറിയാം. അള്ളാഹു അദ്ദേഹത്തിന്റെ അസുഖം പൂർണ്ണമായും ഭേദമാക്കി കൊടുത്ത് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തൗഹീദി പ്രബോധന രംഗത്തേക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരമൊരു സാഹചര്യത്തിൽ തലച്ചോറില്ലാത്ത കുറച്ച് കാന്തപുരം ഭക്തന്മാരും കുറച്ച് മുറിമൊല്ലമാരും സോഷ്യൽ മീഡിയയിൽ കിടന്ന് അത് ആഘോഷിക്കുകയാണ്. അവർ പറയുന്നത്, ഒരു വർഷം മുമ്പ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അസുഖമായി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ മുജാഹിദ് ബാലുശ്ശേരി അതിനെ പരിഹസിച്ചു, ട്രോളി. അതിന്റെ കുരുത്തക്കേടാണ് ഇപ്പോൾ ബാലുശ്ശേരി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അവരുടെ പ്രചണ്ഡമായ പ്രചരണം. സത്യത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ആശുപത്രിയിൽ കിടന്നപ്പോൾ മുജാഹിദ് ബാലുശ്ശേരി അടക്കമുള്ള പല പ്രബോധകന്മാരും അതിനെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ അത് പരിഹസിച്ചതാണോ, ട്രോളിയതാണോ, എന്തായിരുന്നു ആ വിമർശനത്തിന്റെ പിന്നിലുള്ള ചേതോവികാരം? അതെല്ലാം ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യും. ആദ്യമായി ബാലുശ്ശേരിയുടെ അസുഖത്തെക്കുറിച്ച് ഒരു മൊല്ല പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. മുജാഹിദ് ബാലുശ്ശേരി ഗുരുതരമായ രോഗം ബാധിച്ച് അത്യാസന്ന നിലയിലാണ്. സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. നട്ടെല്ലിന് പ്രശ്നമുണ്ട്, മറ്റു പല പ്രയാസങ്ങളൊക്കെയുണ്ട്. ശരീരമാസകലം വേദനയാണെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. ഈ വേളയിൽ കാന്തപുരം ഉസ്താദിനോട് മാപ്പ് ചോദിക്കുന്നു. ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ പൊട്ടിമുളച്ച വിഷക്കൂണായ ഒരു മുറിമുല്ലയാണിത്. ഇയാളുടെ ഓരോ വീഡിയോയും കളവിന്റെ കൂമ്പാരാണ്. വീഡിയോയുടെ തംബ്നെയിൽ തന്നെ കളവായിരിക്കും. ഈ പ്രസംഗത്തിൽ ഇയാൾ പറയുന്നത് മുജാഹിദ് ബാലുശ്ശേരി അസുഖം വന്ന ഈ സാഹചര്യത്തിൽ കാന്തപുരത്തിനോട് മാപ്പ് പറഞ്ഞു എന്നുള്ളതാണ്. പച്ച കളവ് പറഞ്ഞിട്ട് അയാൾ തുടങ്ങുന്നത്. എവിടെയോ മുജാഹിദ് ബാലുശ്ശേരി കാന്തപുരത്തിനോട് മാപ്പ് പറഞ്ഞത്? ഇയാൾക്ക് ഏത് ശൈത്താനാണ് ഇൽഹാം ഇട്ട് കൊടുത്തത്? മാപ്പ് പറയേണ്ട കുറ്റം എന്താണ് മുജാഹിദ് ബാലുശ്ശേരി ചെയ്തത്? മുജാഹിദ് ബാലുശ്ശേരി കാന്തപുരത്തിന്റെ സ്ഥലത്തിന്റെ അതിര് നീക്കിയിട്ട് 10 സെന്റ് സ്ഥലം കവർന്നെടുത്തോ? അത് കാന്തപുരത്തിനോട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ചെയ്തോ? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലല്ലേ മാപ്പ് പറയേണ്ട കാര്യമുള്ളൂ. ഒരാളോടുള്ള ആദർശപരമായ വിയോജിപ്പ്, അതിനെക്കുറിച്ചുള്ള പ്രതികരണം, ആ പ്രതികരണത്തിനെ കുറിച്ച് എന്തിനാണ് മാപ്പ് പറയേണ്ടത്? അങ്ങനെ കാന്തപുരം ആരോടൊക്കെ മാപ്പ് പറയേണ്ടി വരും? കാന്തപുരത്തിന്റെ അനുയായികൾ ആരോടൊക്കെ മാപ്പ് പറയേണ്ടി വരും? സകല ഉസ്താദുമാരെയും ധിക്കരിച്ചും തെറി പറഞ്ഞിട്ടുള്ള ഒരു വേറെ സംഘടന ഉണ്ടാക്കിയത്, കാഫർ വരെ ആക്കിയിട്ട് സ്വന്തം ഉസ്താദിനെ കാഫറാക്കിയ നേതാക്കന്മാരാണ് അവരെ കൂട്ടത്തിലുണ്ടായിരുന്നത്. ഇവർ ഉസ്താദുമാരെ കുറിച്ച് ഇവർ എന്തൊക്കെ തോന്നിയാസം സമൂഹത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതിക്ക് ഞാൻ വരും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇച്ചങ്ങായി പച്ച കളവ് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഇയാളൊരു മുസ്ലിയാരാണ്, ഒരു ഉസ്താദാണ്. പിന്നെ അനുയായികളെ കാര്യം പറയണ്ടല്ലോ, തീർന്നില്ല, ഇയാളെ കൊണ്ട് പറയട്ടെ. മുജാഹിദ് ബാലുശ്ശേരിക്ക് ഗുരുതരമായ രോഗമാണ്, അത്യാസന്ന നിലയിലാണ് എന്ന് കേട്ടപ്പോൾ ഞങ്ങളാരും സന്തോഷിച്ചില്ല. ഞങ്ങൾക്കാർക്കും തന്നെ അദ്ദേഹത്തെ ട്രോളണമെന്ന് തോന്നിയിട്ടില്ല. കാരണം ഷെയ്ഖുന കാന്തപുരം ഉസ്താദാണ് ഞങ്ങളുടെ നേതാവ്. ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് ആശുപത്രിയിലായപ്പോൾ മുജാഹിദ് ബാലുശ്ശേരിയുടെ നേതൃത്വത്തിൽ വഹാബികൾ നിറഞ്ഞാടുകയും സന്തോഷിക്കുകയും കാന്തപുരം ഉസ്താദിനെ ട്രോളുകയും ചെയ്തു. എന്താ ഇയാള് പറഞ്ഞത്? കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ആശുപത്രിയിലായപ്പോൾ മുജാഹിദ് ബാലുശ്ശേരിയുടെ നേതൃത്വത്തിൽ അതിനെ പരിഹസിക്കുകയും ട്രോളുകയും നിറഞ്ഞാടുകയും ചെയ്തു എന്നുള്ളതാണ്. ആരോടോ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ആശുപത്രിയിലായ സമയത്ത് അയാൾ ട്രോളിയത്? ഞങ്ങളാരും ട്രോൾ ചെയ്തിട്ടില്ല, ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? അതിലേക്ക് നമ്മൾ വരും ഇൻഷാ അല്ലാഹ്. അതിനു മുമ്പ് മുജാഹിദുകൾ മാത്രമാണോ ആ വിഷയത്തെ വിമർശിച്ചത്? അല്ല, സമസ്തയുടെ ഉന്നത നേതാക്കന്മാർ പോലും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വളരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ആ വിഷയത്തിനെ ചർച്ചയാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട്? മുജാഹിദുകൾ എന്തുകൊണ്ടാണ് അതിനെ വിമർശിക്കാൻ കാരണം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞ പച്ചയായ കേവലം ഒരു മനുഷ്യനാണ്. ഈ പറയപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്കും കാന്തപുരത്തുള്ള ഏതെങ്കിലും ഒരു അയമുട്ടിയാക്കാക്കും ഒരേ പ്രിവിലേജാണ് മുജാഹിദുകൾ കൊടുക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചോളം രണ്ടും കണക്കാ, രണ്ടും അല്ലാഹുവിന്റെ ഓരോ സൃഷ്ടി മാത്രമേ ഉള്ളൂ. പക്ഷെ അനുയായികൾ കണക്കാക്കുന്നത് അങ്ങനെയല്ല. അനുയായികൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് വാത്തോരാതെ വാഴ്ത്തി പറയുന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞ ഔലിയാക്കളിൽ പെട്ട ഒരാളാണെന്നാണ്. മനസ്സിലായോ? ഔലിയാക്കളുടെ നേതാക്കന്മാരിൽപ്പെട്ട ഒരാള്, പോലെ സൂറയിൽ പങ്കെടുക്കുന്ന ആളെന്നുള്ളതാണ്. ഇനി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മരിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ ഇവർ കൊണ്ടുപോയി വെക്കുന്നുള്ളത് ഇൻഷാ അല്ലാഹ് കാത്തിരുന്ന് കാണാം. അപ്പൊ അത്തരത്തിലുള്ള കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഒരുപാട് കറാമത്തിന്റെ ഉടമയാണെന്നാണ് അവരുടെ വാദം. ഒരുപാട് അസുഖങ്ങൾ മാറ്റിക്കൊടുക്കുന്ന ആള്, ഒരു നോട്ടം കൊണ്ട്, ഒരു തടവൽ കൊണ്ട്, ഒരു സ്പർശനം കൊണ്ട്, ഒരു ദർശനം കൊണ്ടൊക്കെ എല്ലാ മാരകമായ അസുഖങ്ങൾ മാറ്റിക്കൊടുക്കുന്ന ആളാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. അതുപോലെ തന്നെ നിരവധി മാരകമായ അസുഖങ്ങൾ
വൈദ്യശാസ്ത്രം സമ്പൂർണമായും കൈയൊഴിഞ്ഞ് ഇനി ചികിത്സയില്ല, മരണം മാത്രമേ രക്ഷയുള്ളൂ എന്ന് വിധി എഴുതിയ പല അസുഖങ്ങളും ഇവരുടെ CM മടവൂർ അടക്കമുള്ള ഔലിയാക്കൾ എന്ന് പറയുന്ന ആളുകൾ, ഇവരുടെ പല മക്കാമുകളും ആ മക്കാമുകളുടെ കറാമത്ത് കൊണ്ട്, ഇവരുടെ ഔലിയാക്കന്മാരുടെ കറാമത്ത് കൊണ്ട് സഡൻലി സുഖപ്പെട്ട നൂറുകണക്കിന് അനുഭവങ്ങൾ നിരന്തരം ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവർ, ഈ കാന്തപുരം അടക്കമുള്ള ആളുകൾ. അങ്ങനെയുള്ള കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സ്വന്തം ശരീരത്തിന് ഒരു രോഗം വന്നപ്പോൾ എന്തിന് ആശുപത്രിയിൽ പോയി എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ഒരു മനുഷ്യന് അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറാനുള്ള ഓപ്ഷനാണ് നമ്മളൊക്കെ തെരഞ്ഞെടുക്കുക. പെട്ടെന്ന് മാറണം, പൂർണ്ണ ആരോഗ്യം തിരിച്ചു കിട്ടണം. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അതിനു പുറമെ ഹലാലായ ചികിത്സകൾ സ്വീകരിക്കും. ആ ഹലാലായ ചികിത്സയിൽ തന്നെ ഏറ്റവും ബെറ്ററായ ചികിത്സ ഏതാ, ഏറ്റവും പെട്ടെന്ന് മാറുന്ന ചികിത്സ ഏതാ, അതാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ജാറത്തിലുള്ള ചികിത്സയും ഔലിയാന്റെ അടുത്തുള്ള ചികിത്സയൊക്കെ ഹലാലായ ചികിത്സയാണ്. അത് ഏറ്റവും പെട്ടെന്ന് മാറുന്ന ചികിത്സയുമാണ്. ഒരു വലിയന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ, ഒരു ജാറത്തിൽ പോയി കഴിഞ്ഞാൽ അള്ളാഹിനോട് ചോദിക്കുന്നതിനെക്കാട്ടും പെട്ടെന്ന് ഉത്തരം കിട്ടും, പെട്ടെന്ന് സുഖം ലഭിക്കും എന്ന് നിരന്തരം വായിട്ടിലക്കുന്ന ഇവർക്കൊരു അസുഖം വന്നപ്പോൾ എന്തിന് ഇത്തരം കേന്ദ്രങ്ങൾ ഒഴിവാക്കി ആശുപത്രിയിൽ പോയി എന്നാണ് ഞങ്ങൾ ചോദിച്ചത്. ആ ചോദ്യം ന്യായമല്ലേ? ആ ചോദ്യത്തിന് മറുപടി അന്ന് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇതാണോ ട്രോളല്? ഇത് കാന്തപുരത്തിന്റെ അനുയായികളല്ലാത്ത പുറത്തു നിൽക്കുന്ന കേവല ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യന്റെയും തലച്ചോറിൽ വരുന്ന ചോദ്യമല്ലേ ചങ്ങായി? ഇനിയും ചോദിക്കൂ ഞങ്ങള്. നിങ്ങളുടെ മാറാരോഗങ്ങൾ മാറ്റുന്ന നിങ്ങളുടെ ഒറ്റമൂലികളായ ജാറങ്ങൾ നിലവിലിരിക്കെ നിങ്ങൾ എന്തിന് ആശുപത്രിയിൽ പോകുന്നു എന്ന ചോദ്യം അത് ഇനിയും ചോദിക്കും. ഇനി കാന്തപുരത്തിന് അസുഖം വന്ന് ആശുപത്രിയിലാക്കിയാൽ ഇനി ഞങ്ങൾ ചോദിക്കും. കാരണം ആ ചോദ്യം ന്യായമാണ്. എന്നിട്ട് ഇപ്പൊ ഈ ചങ്ങായി ചോദിക്കുകയാണ്, ഇയാളെ പോലത്തെ ആളുകൾ ചോദിക്കുകയാണ്, രോഗം വന്നാൽ ചികിത്സ വേണ്ടെന്ന് ആരോട് പറഞ്ഞു കേട്ടോക്കി. രോഗം വന്നാൽ ചികിത്സിക്കണം, ചികിത്സ വേണമെന്നല്ലാതെ ആരെങ്കിലും വേണ്ട എന്ന് പറയുമോ പോയത്തക്കാരൻ മുജാഹിദ് ബാലുശ്ശേരി? എന്താ ഓന്റെ ചോദ്യം? അണ്ണാക്കം കുറിപ്പിച്ച് മസിലും പിടിച്ചിരുന്ന് വടി പോലെ ഇങ്ങനെ ഇരുന്നിട്ട് ചോദിക്കണോ രോഗം വന്നാ ചികിത്സിക്കണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പോയത്തക്കാരൻ മുജാഹിദ് ബാലുശ്ശേരി? അവൻ ചോദിക്കാണ്. ഇവിടെ ബുദ്ധി അന്തുള്ള ഒരു മനുഷ്യനത് ചോദിക്കൂ, പറയില്ല രോഗം വന്നാൽ ചികിത്സിക്കണ്ടെന്ന്. കാരണം ഇസ്ലാം പറഞ്ഞാണ് രോഗം വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ആത്മാർത്ഥമായിട്ട്. അതിന്റെ കൂടെ ഇസ്ലാം അനുവദിച്ച അനുവദനീയമായ ചികിത്സകൾ സ്വീകരിക്കണം. അത് എല്ലാ കാലത്തും മുജാഹിദുകൾ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ രോഗം വന്നാൽ ചികിത്സിക്കണ്ട എന്ന് പറയുന്ന ചില പോയത്തക്കാർ നിങ്ങളെ കൂട്ടത്തിലുണ്ട്. അതിൽപ്പെട്ട 1-ാം നമ്പർ പോയത്തക്കാരനാണ് നിങ്ങളെ മടവൂര്. എത്ര ആളുകളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ചികിത്സ വേണ്ട, മരുന്ന് വേണ്ട, ഓപ്പറേഷൻ വേണ്ട, കത്തി വെക്കണ്ട. എത്ര ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് വേണ്ട? ഈ സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാര് ഇയാള് പറഞ്ഞിട്ടില്ലേ രോഗം വന്ന ആളോട് ചികിത്സ വേണ്ടെന്ന്? കേട്ടോക്കി. ഈ പെരുമുഖം ഹംസ മുസ്ലിയാർ മരിച്ചുപോയി, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു. അദ്ദേഹത്തിന് കുടലിന് ക്യാൻസർ ആയിരുന്നു. ഹനീഫ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന പറഞ്ഞു. ഉസ്താദിന്റെ അടുത്ത് പോയി. ഉസ്താദ് പറഞ്ഞു ചെയ്യണ്ട, ഉസ്താദ് പറഞ്ഞു ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പാപ്പന്റെ അടുത്ത് വന്ന് നേരെ മർക്കസിൽ നിന്ന് അദ്ദേഹം എന്നോട് പള്ളി എന്ന് പറഞ്ഞതാ. പാപ്പ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ മരിച്ചു പോകുന്ന പറഞ്ഞു. നേരെ ഓപ്പോസിറ്റ് ആ ഡോക്ടർമാർ പറഞ്ഞത്, ചെയ്തില്ലെങ്കിൽ മരിക്കും. അപ്പൊ പാപ്പ അത് പറഞ്ഞപ്പോ അദ്ദേഹം വേണ്ടാന്ന് വെച്ചു. എബിസാന്റെ വാക്കുകൊണ്ടും തന്റെ കൽബിൽ അങ്ങനെ വന്നിട്ടുണ്ട്. വെള്ളം മന്ത്രിച്ചു കൊണ്ടുപോയി. ഹോസ്പിറ്റലിലും പുറത്തേക്ക് ഒന്നും പോയില്ല. അംസലേറ്റ് എന്നോട് പറയാണ് ഞാൻ ആ വെള്ളം ഇങ്ങനെ ഇടക്കിടക്ക് കുടിക്കും. വെള്ളം കഴിയുമ്പോൾ പാപ്പന്റെ അടുത്ത് വന്ന് വെള്ളം മന്ത്രിച്ചു കൊണ്ടുപോയി. 2 മാസം ഈ വെള്ളം കുടിച്ചു. വേറൊരു മരുന്നുമില്ല. കുടല് മുഴുവനും പഴുത്തിട്ടുണ്ട്, ആമാശയം പഴുത്തിട്ടുണ്ട്, മറ്റേ വൻകുടൽ പഴുത്തിട്ടുണ്ട്, മൊത്തം പഴുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പാപ്പ മന്ത്രിച്ച വെള്ളം പാപ്പ കൂടുതലൊന്നും ചൊല്ലാറില്ല. ആ നാവെന്ന് വരുന്ന ആ നഫ്ഹ് തന്നെ ശിഫയായിരുന്നു. എല്ലാവർക്കും അറിയാം. ഉസ്താദ് അയാൾക്ക് കുടലില് ക്യാൻസർ വന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്ത് ഒഴിവാക്കണം, അതാണ് ഇതിന് ചികിത്സ. ഡോക്ടർമാര് കണ്ടെത്തിയ ചികിത്സ അതാണ്. ഇവിടുത്തെ ആധുനിക വൈദ്യശാസ്ത്രം കണ്ടെത്തിയ ചികിത്സ അതാണ്. അപ്പൊ കാന്തപുരം പറഞ്ഞു വേണ്ട, ഓപ്പറേഷൻ വേണ്ട. അപ്പൊ ഒരു ഡോക്ടർ ഒരു അസുഖത്തിന് ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അതിന് ചികിത്സ. ആ ചികിത്സ വേണ്ടെന്ന് കാന്തപുരം പറഞ്ഞു. അങ്ങനെ ഉള്ളാത്തങ്ങൾ എടുത്ത് പോയിട്ട് പിന്നെ വെള്ളം മന്ത്രിച്ചൂതി കുടിച്ചിട്ട് മാറി എന്നാണ് പറയണത്. ഇരിക്കട്ടെ, ഇനി ഇത് പറയുമ്പോൾ ഒരു ന്യായം ഉണ്ടാവും. ഉള്ളാത്തങ്ങൾ എടുത്ത് പോയി ചികിത്സിച്ചില്ലേ? അപ്പൊ ഞങ്ങളെ ചോദ്യം അതാണ്. ഇങ്ങനെ ഡോക്ടർമാർ ഓപ്പറേഷന് വിധി എഴുതിയ പല അസുഖങ്ങളും
നിങ്ങളുടെ ഒരു നോട്ടം കൊണ്ട്, നിങ്ങളുടെ ഒരു ഊത്തുകൊണ്ട്, നിങ്ങളുടെ ഒരു സ്പർശനം കൊണ്ട്, നിങ്ങളുടെ ഒരു മുറുക്ക് വെള്ളം കൊണ്ട് മാറുന്ന വലിയ വലിയ ഹോജാക്കന്മാർ, വലിയ വലിയ ഇന്റർനാഷണൽ ഡോക്ടർമാർ നിങ്ങളെ കൂട്ടത്തിലുണ്ടാകുമ്പോൾ എന്തിനാ കാന്തപുരം ഹോസ്പിറ്റലിൽ പോയത്? ഇവിടെയാണ് ഞങ്ങളുടെ ചോദ്യം പ്രസക്തമാകുന്നത്. ഇത് ട്രോൾ അല്ല, ഇതൊരു സാമാന്യ ബുദ്ധിയുടെ ചോദ്യമാണ്. ഇതേ ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഇത് ഒരു വ്യക്തിയോട് കാന്തപുരം പറഞ്ഞത്. ഇനി ഇയാളുടെ ഈ കാന്തപുരത്തിന്റെ കുടുംബത്തിലുണ്ടായ ഒരു അസുഖത്തിന് ജാറത്തിങ്ങ് പോയിട്ട് ഓപ്പറേഷൻ ചെയ്തൊക്കെ കഥ ഫേമസ് ആണ്. ഒന്നും അവിടെ കേട്ടു നോക്കി. ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ ഭാര്യയുടെ അനുജത്തിയെ കെട്ടിയ ഭർത്താക്കന്മാർക്കും ഞങ്ങൾക്കെല്ലാവർക്കും ഒരു വലിയ വിഷമമുണ്ടായി. സിഹ്ർ കൊണ്ട് സഹിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു ഒരിക്കൽ. അപ്പോൾ സയ്യിദ് സിറാജുദ്ദീൻ തങ്ങളുടെ പേരിൽ ദിക്ർ വെച്ചു. അപ്പോൾ അകത്തുണ്ടായിരുന്ന ഒരു സ്ത്രീ ബോധം കെട്ടുപോവുകയും അങ്ങനെ ആ സ്ത്രീയുടെ വയറ് വീർത്ത് ശ്വാസം കിട്ടാതെയായി മരിച്ചു എന്ന് ഏകദേശം കണക്കാക്കിയപ്പോൾ ഇ കെ മുഹമ്മദ് ദാരിമി നവർ അള്ളാഹു മർക്കദഹു അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ. എൻ്റെ ഭാര്യൻ്റെ അനുജത്തിന് കെട്ടിയ ആളാണ് അദ്ദേഹം. അന്നേരക്ക് അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ. മൂപ്പര് പറഞ്ഞ് ഇനി അയലക്കാട് കൊണ്ടുപോകാൻ നിവൃത്തിയില്ല. അയലക്കാട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു കാറെടുത്ത് അതിൽ കയറ്റി താമരശ്ശേരി എത്തുമ്പോൾക്ക് കാറിൻ്റെ 3 ടയറും പൊട്ടിപ്പോയി. അവിടുന്ന് വേറെ കാറെടുത്ത് കോഴിക്കോട്ടെത്തുമ്പോൾ അതിൻ്റെ ടയറും പൊട്ടിപ്പോയി. 3ാമത്തെ ഒരു കാറെടുത്ത് എങ്ങനെയോ അവിടെ എത്തുന്നു. എടപ്പാൾ അങ്ങാടിയിലെത്തിയപ്പോൾ ഒരു 100 നായകളുണ്ട് അവിടെ, പോകാൻ സമ്മതിക്കാതെ. എങ്ങനെയോ അതിനെ തട്ടിച്ച് അങ്ങോട്ട് പോയി. അപ്പോൾ ഈ പെണ്ണ് ഹയാത്തായി, മരിച്ചു എന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ അവിടെ തന്ന് പെണ്ണിനെ മക്ബറയിലിട്ടിട്ട് അടച്ച് ഞങ്ങൾ പുറത്ത് കാത്തുനിന്ന്. സുബ്ഹാന ജല്ല ജലാലുഹു. ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വാതിലിനെ മുട്ടി വിളിക്കുന്നു. അപ്പം നോക്കുമ്പോൾ ഇവിടെ ഒന്നായിട്ട് കീറിയിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ അനുഭവം, വേറെ ആരും കേട്ട് പറഞ്ഞതൊന്നുമല്ല. ഇത് മൂപ്പരനുഭവമാണ്. കേട്ടീമ പറഞ്ഞു എന്നല്ല. മൂപ്പരനെയാണ് ഇതിന്റെ 1ാമത്തെ റാവി. മൂപ്പരെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീക്കുണ്ടായ പ്രയാസം. അങ്ങനെ ആ സ്ത്രീനായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ടയർ 3 പൊട്ടി. വണ്ടി പിന്നെയും മാറ്റി, പിന്നെയും പൊട്ടി. അങ്ങനെ ടയർ പൊട്ടുക മാറ്റുക. അങ്ങനെ ഉന്തി തള്ളി പോയി. എടപ്പാളെത്തിയപ്പോൾ 100 നായ്ക്കൾ കറക്റ്റ് ഒരു കാറിൽ നിന്നാണ് എണ്ണി മൂപ്പര്. അങ്ങനെ അയിലക്കാട് ജാരത്തിനുള്ളിൽ പോയി കാണ്ടി പെണ്ണിനെ അടച്ചു. 3 മണിക്കൂർ മേജർ സർജറി എടുക്കണം അവിടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ അയിലക്കാട് ജാരത്തിന്റെ ഉള്ളിൽ നിന്ന് വലിയ വലിയ ഡോക്ടർമാര്, ഇന്റർനാഷണൽ ഡോക്ടർ ഉണ്ടല്ലോ, ആ ജാരത്ത് കിടക്കണേ ഓലും അതിന്റെ നേഴ്സുമാരും ഒക്കെ പാടെ വന്നിട്ട് അനസ്തേഷ്യൊക്കെ കൊടുത്ത് സർജറി ഒക്കെ കഴിഞ്ഞ് നെഞ്ഞൊക്കെ കീറി ലെവലാക്കി അസുഖം മാറിയെന്ന് പറയുന്നത്. ഇത് മൂപ്പരെ കുടുംബത്തിലുണ്ടായ സംഭവമാണ്. ഇത്രക്ക് അനുഭവം മൂപ്പരെ കുടുംബത്തിൽ ഉണ്ടായിട്ടും മൂപ്പർക്ക് ചെറിയൊരു പ്രശ്നം വന്ന സമയത്ത്, ചെറിയൊരു പ്രശ്നം മോൻ അബ്ദുൽ ഹക്കീം പത്രക്കാരോട് പറഞ്ഞു കേട്ടോ, പ്രഷറിലൊരു വേരിയേഷൻ. ആ പ്രശ്നം ഉണ്ടായിട്ട് എന്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി? ലോകോത്തര ഡോക്ടർമാരോട് വീഡിയോ കോൺഫറൻസ് നടത്തിയിട്ട് എന്തിന് ട്രീറ്റ്മെന്റ് തേടി? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. കാരണം ഇയാൾ ഒരുപാട് കറാമത്തുകളുള്ള മനുഷ്യനാണ്. ഒരുപാട് ആൾക്കാരുടെ അസുഖം മാറ്റി കൊടുക്കുന്ന ആളാണ്. ഒറ്റ നോട്ടം കൊണ്ടൊക്കെ ഇയാൾ അസുഖം മാറ്റലുണ്ട്. കേട്ടോളി. CM വലിയുള്ളവനെ പറ്റി കേരളത്തിൽ ഏറ്റവും അധികം പ്രസംഗിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം ഈ സമയവും എവിടെയോ കാര്യമായി സംസാരിക്കുകയാകും ഇപ്പോൾ. ഞാൻ ഓർക്കുന്നു, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 15 വർഷം മുമ്പ്, അദ്ദേഹത്തിന് ഏതാനും ആഴ്ചകൾ വാതുറക്കാൻ പറ്റാതെയും സംസാരിക്കാൻ കഴിയാതെയും നാക്കിറങ്ങിപ്പോയി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ സംഭവിച്ചത് ഓർക്കുന്നു. അത്തരമൊരു സന്ദർഭത്തിൽ അദ്ദേഹം ഇവിടെ ഈ വസതിയിൽ CM വലിയുള്ളാഹി അവരുടെ മഹത്തായ അനുസ്മരണം നടക്കുമ്പോൾ കാന്തപുര ഉസ്താദിന്റെ മുന്നിൽ വന്നിരുന്നതും കൂടെയുള്ളവർ നമ്മുടെ പ്രിയപ്പെട്ട സഖാഫിക്ക് സംസാരിക്കാൻ വിഷമമുണ്ട്, അദ്ദേഹത്തിന് വാതുറത്താൽ ഒറ്റ അക്ഷരം പുറത്തേക്ക് വരുന്നില്ല, നാക്കിനെന്തോ ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയലും ബഹുമാനപ്പെട്ട സുൽത്താനിലുള്ള ഉസ്താദ് അവർകൾ അസ്സലാമു അലൈക്കും എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു മറുപടി പറയടാ എന്ന് പറഞ്ഞു ഗൗരവത്തോടെ കണ്ണുരുട്ടുകയും ആ സഹോദരൻ അപ്പോൾ തന്നെ വഅലൈക്കും അസ്സലാം എന്ന് മറുപടി പറയുകയും ചെയ്തത് ഈ മജ്ലിസിന്റെ, ഈ മൻസിലിന്റെ, ഈ മഖാമിന്റെ, ഈ മഹാവ്യക്തിത്വത്തിന്റെ തണലിൽ കണ്ണിൽ കണ്ടൊരനുഭവം പോലെ ഞാൻ ഈ സമയത്ത് ഓർത്തെടുക്കുക കൂടി ചെയ്യുന്നു. മടവൂരിന്റെ കറാമത്ത് ഇങ്ങനെ ചെലച്ച് മുസ്ലിം സാമൂഹിക അന്തരീക്ഷം മലിനമാക്കിക്കൊണ്ടിരിക്കുന്നവരുമല്ല ഒരു മുസ്ലിയാര്. അച്ചങ്ങായിക്ക് പെട്ടെന്ന് സംസാരശേഷിയാണ് പോയി.
എനിക്ക് പോകാൻ പാടുന്നില്ല സംസാരശേഷി. കാരണം മടവൂരിന്റെ കറാമത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. മടവൂരിന്റെ കാവൽ എപ്പോഴും ഉണ്ടാവുമല്ലോ. ഈ കാന്തപുരത്തിന്റെ കറാമത്ത് പ്രകടിപ്പിക്കാൻ ഒരു അവസരം എന്നുള്ളവർക്ക് അങ്ങനെ സംഭവിച്ചതാണെന്ന് അറിയില്ല. അങ്ങനെ ഉണ്ടല്ലോ, ഈ ചില ഓട്ട മത്സരത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ബാക്കിൽ വരുന്നവന് അത് കയറിക്കണ്ട് ഗോൾഡ് മെഡലിനെ വാങ്ങിക്കോട്ടെ വെച്ചിട്ട് മുന്നിൽ പോകണം, ഒന്നും സ്ലോ ആയി കൊടുക്കും എന്ന് പറഞ്ഞ മാതിരി എനിക്ക് പള്ള അറച്ച് കറാമത്ത് ഇവിടെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഈ കാന്തപുരത്തിന് കുറച്ച് കറാമത്ത് കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് ആ സമയത്ത് മടവൂരൊന്ന് കണ്ണടച്ചതെന്ന് അറിയില്ല. ഏതായാലും ഇച്ചങ്ങാതിന് സംസാരശേഷി പോയി കിട്ടി. പോയപ്പോ കാന്തപുരത്തിനടുത്ത് നിന്നപ്പോ കാന്തപുരം കണ്ണുരുട്ടിക്കാണ്ട് ഒറ്റ പേടിപ്പിക്കലാണ്, അസ്സലാമു അലൈക്കും മറുപടി പറയണോ. അതോടുകൂടി അവന്റെ പേടിച്ചിട്ട് അവന്റെ സംസാരശേഷന് കിട്ടിയെന്ന്. തുണി കൂടി മൂത്രം പോയിനാന്ന് അറിയില്ല, എന്തായാലും അമ്മാരി കണ്ണുരുട്ടിൽ ഉരുട്ടിയിട്ട്. അപ്പൊ ഇങ്ങനൊക്കെ ഒരു നോട്ടം കൊണ്ട്, ഒരു ഗർജനം കൊണ്ട്, ഒരു സാമീപ്യം കൊണ്ട് മാരകമായ അസുഖങ്ങൾ മാറ്റിക്കൊടുക്കുന്ന കാന്തപുരം അയാൾക്ക് ചെറിയൊരു പ്രഷർ വേരിയേഷൻ വന്നപ്പോ മാസക്കണക്കിന് എന്തിന് ആശുപത്രിയിൽ കിടന്നു? ചോദ്യം വീണ്ടും മുഴച്ചു നിൽക്കുന്നു. ഇതാണ് ഞങ്ങളെ ചോദ്യം. ഇത് ട്രോളായിട്ട് നിങ്ങൾക്ക് തോന്നും. കാരണം അമ്മാരി പണിയല്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അമ്മാരി കോമാളിത്തരല്ല നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്, അമ്മാതിരി വൃത്തികെട്ട ആദർശമല്ല നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ആൾക്കാർ ന്യായമായ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ട്രോളായിട്ട് നിങ്ങൾക്ക് തോന്നും. കാരണം നിങ്ങൾ ആദർശം തന്നെ ട്രോളാൻ പറ്റിയ സാധനമാണ്. നിങ്ങൾ ആദർശം തന്നെ കോമാളിത്തരാണ്. ഇത്ര വഷളായ വൃത്തികെട്ട ആദർശം ലോകത്ത് വേറെ ഏതെങ്കിലും സമൂഹത്തിനുണ്ടോ? കോഴിക്കോട് നിന്ന് 34 കൊല്ലം മരിച്ചുപോയ ഉണക്കച്ചുള്ളിയായ ഒരു ചങ്ങായിയാണ് ഈ അണ്ടകടാഹമ്യോ നിയന്ത്രിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ കോമാളിത്തരം വേറുണ്ടോ?